ഹലോ എവരിവൺ, വളരെ ടഫായിട്ടുള്ള ചാപ്റ്റർ എപ്പോൾ പഠിക്കണം, എങ്ങനെ പഠിക്കണം, ഈ രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ പറയാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത് എപ്പോൾ പഠിക്കണം. സാധാരണയായി നമ്മൾ പറയും വളരെ ടഫായിട്ടുള്ള പാഠഭാഗങ്ങൾ രാവിലെ പഠിക്കണമെന്ന്. എന്നാൽ എല്ലാവരെ സംബന്ധിച്ചിടത്തോളം ഇത് ശരിയല്ല. കാരണം ചില കുട്ടികൾ രാവിലെ വളരെ ഉറക്കം തൂങ്ങിയുള്ളായിരിക്കും, അവർക്ക് വൈകുന്നേരം അല്ലെ രാത്രി ആയിരിക്കും അവർ വളരെ അലേർട്ടായിരിക്കുക. പൊതുവെ രാവിലെ ആണെങ്കിലും നിങ്ങളുടെ പ്രൊഡക്റ്റീവായ ടൈം ഏതാണ് എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക. പ്രൊഡക്റ്റീവ് ടൈം മീൻസ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എനർജറ്റിക് ആയിരിക്കുന്ന സമയം, ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റഡ് ആയിരിക്കുന്ന സമയം, ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സമയം, ആ സമയം ഏതാണ് എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക. അത് 1, 2, 3 മണിക്കൂർ ഉണ്ടാവും. ചില ആളുകൾക്ക് രാവിലെ ആയിരിക്കാം, രാത്രി ആയിരിക്കാം, അല്ലെങ്കിൽ ഈവനിങ്ങിലായിരിക്കാം, അങ്ങനെ പല സമയത്തായിരിക്കാം. അത് നിങ്ങൾ കണ്ടുപിടിച്ച് ആ സമയത്താണ് നിങ്ങൾ ഏറ്റവും ടഫായിട്ടുള്ള പാഠഭാഗം പഠിക്കേണ്ടത്. രണ്ടാമത് എങ്ങനെ പഠിക്കണം എന്നുള്ളത്. എങ്ങനെ പഠിക്കണം എന്ന് ചോദിച്ചാൽ അത് നിങ്ങൾ ആ പാഠഭാഗത്ത് നിങ്ങൾ 3, 4, 5, 6 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ഓരോ സെക്ഷനായിട്ട് പഠിക്കുക. അത് ബ്രേക്ക് ഡൗൺ ചെയ്യുക, ചെറിയ ചെറിയ പാർട്ടാക്കി. ഒരു വലിയ കാര്യം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ലെങ്കിലും അതിനെ മുറിച്ച് പീസാക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പിടി കിട്ടും അല്ലെ. അതുപോലെ നിങ്ങൾ അതിനെ ബ്രേക്ക് ചെയ്യുക മൊത്തത്തിൽ. അതിനുശേഷം അതിൽ പറയുന്ന കീ കോൺസെപ്റ്റ് എന്താണെന്നുള്ളതൊന്ന് എഴുതിയെടുക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ എന്താണെന്നുള്ളത് എഴുതിയെടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് അത് എന്നിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ അതിന്റെ ഓഡിയോ വിഷ്വൽ ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ ഉണ്ടോ നോക്കുക, യൂട്യൂബിലോ മറ്റോ. എങ്ങനെ അതൊരു വീഡിയോ ആയിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. അതുപോലെ തന്നെ മറ്റേതെങ്കിലും ടീച്ചർ ഇത് വളരെ നന്നായിട്ട് എടുത്തിട്ടുണ്ടാവും ഈ ടോപ്പിക്ക്. നിങ്ങൾക്ക് ഒരു കാര്യം വളരെ ഹാർഡായി ഒരു ടഫായി ഫീൽ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് അത് മനസ്സിലാവാത്തതുകൊണ്ടാണ് അല്ലേ. നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് എളുപ്പമാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നതിലുള്ള പ്രശ്നമായിരിക്കാം ചിലപ്പോൾ. അങ്ങനെയാണെങ്കിൽ വേറെ ആരെങ്കിലും വളരെ എളുപ്പമായിട്ട് അത് അവതരിപ്പിച്ചിട്ടുണ്ടോ നോക്കുക. അത് നിങ്ങൾ ആ വീഡിയോ അല്ലെങ്കിൽ ആ പാഠഭാഗം ആ രീതിയിൽ പഠിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ പഠിക്കുന്നതിനിടയിൽ ഒരു സമയം സെറ്റ് ചെയ്യുക. ഇത്ര മണിക്കൂർ കൊണ്ട് പഠിച്ചെടുക്കുന്നത് തീരുമാനം എടുക്കുക. എന്നിട്ട് അതിനിടയിൽ കൃത്യമായിട്ട് ബ്രേക്ക് എടുക്കുക. 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ്, അതിലും കൂടാൻ പാടില്ല. അങ്ങനെ ബ്രേക്ക് എടുത്തിട്ട് പഠിക്കുക. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ആ പാഠഭാഗം എളുപ്പത്തിൽ എന്ത് ചെയ്യും, പഠിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.